എല്ലാവർക്കും നമസ്കാരം. ശ്രേയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഉള്ളിവട ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഉള്ളിവട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ബൗൾ മൈദയാണ് എടുക്കുന്നത്. 3 സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ വേർപെട്ട് കിടക്കണം സവാള അരിയുന്നത്. ചെറിയ ഇഞ്ചിയാണ്, ഇത് കുത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ജീരകം, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത് മുഴുവനും ഒന്ന് മിക്സ് ചെയ്യണം. മൈദയേക്കാളും കൂടുതൽ സവാള എടുക്കണം. ഞാൻ 3 സവാളയാണ് എടുത്തത്. ഇത് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. മാവ് കുഴച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇനി 10 മിനിറ്റ് ഞാൻ സെറ്റാകാൻ വെക്കുകയാണ്. മാവ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനത് കയ്യിലൽപ്പം വെള്ളം ഇങ്ങനെ പുരട്ടിയിട്ട് കുറേശ്ശെ ഇങ്ങനെ മാവ് എടുത്തിട്ട് വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ഒരു ഹോളിടണം. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് തയ്യാറാക്കാൻ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ കളറാവുന്നത് വരെ ഇങ്ങനെ വറക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇനി നമുക്ക് വറുത്ത് പോരാം. റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി വറുത്ത് പോരാം. ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ സവാളയൊക്കെ ഉള്ളതല്ലേ, അത് അരിഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും വരെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.